ദളപതി വിജയ് നായകനാക്കി എച്ച് വിനോദ് ഡയറക്ട് ചെയ്യുന്ന പടമാണ് ജനനായകൻ. അനിരുദ്ധാണ് പടത്തിന്റെ മ്യൂസിക്. ഇപ്പോ ജനനായകൻ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് ചെറിയ ചെറിയ പാച്ചോക്ക് ഷൂട്ടാണ് ഇപ്പോ നിലവിൽ നടക്കുന്നത്. പടം റിലീസാവാൻ പോകുന്നത് 2026 ജനുവരി 9-നാണ്. അപ്പോ റിലീസിന് മുമ്പ് ട്രെയിലർ, ഓഡിയോ ലോഞ്ച്, സോങ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. മാസ്റ്ററിന് ശേഷം 6-ൽ കൂടുതൽ ട്രാക്കുകളുള്ള ഒരു ദളപതി സിനിമയായിരിക്കും ജനനായകൻ. പടത്തിന്റെ ഫസ്റ്റ് സിംഗിൾ അടുത്ത മാസം വരുമെന്ന് അപ്ഡേറ്റ് വന്നിരുന്നു. ഇപ്പോ ജനനായകൻ ഓഡിയോ ലോഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. പടത്തിന്റെ ഓഡിയോ ലോഞ്ച് ഡിസംബറിൽ മലേഷ്യയിൽ വെച്ച് നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂലി, ലോകേഷ് കനകരാജ് ഡയറക്ട് ചെയ്യുന്ന രജനീകാന്ത് സിനിമയായിട്ടുള്ള കൂലി സിനിമയുടെ ഭാഗത്തു നിന്നും ഒരു ചെറിയ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. അപ്ഡേറ്റ് പടത്തിന്റെ ഡ്യൂറേഷന്റെ ഭാഗത്തു നിന്നാണ്. കൂലി സിനിമയുടെ മുഴുവൻ ദൈർഘ്യം എന്ന് പറയുന്നത് 2 മണിക്കൂറും 50 മിനിറ്റുമാണ്. ഇതിന്റെ ഫൈനൽ കറക്റ്റ് എത്ര ആണെന്ന് സെൻസർ കഴിയുമ്പോൾ അറിയാം. കറുപ്പ്, നടുപ്പിൻ നായകൻ സൂര്യ നായകനാക്കി RJ ബാലാജി ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ് കറുപ്പ്. തൃശ്യാണ് സിനിമയിൽ സൂര്യക്ക് നായികയായി വരുന്നത്. സായി അഭ്യങ്കർ ആണ് പടത്തിന്റെ മ്യൂസിക്. നമ്മുടെ സൂര്യണ്ണന്റെ 50ാമത്തെ ബർത്ത്ഡേ സ്പെഷ്യലായി കറുപ്പ് സിനിമയുടെ ഭാഗത്ത് നിന്ന് അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തേത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആണ്. ഇതാണ് കറുപ്പിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. അടുത്തത് സെക്കൻഡ് ലുക്ക്. ഇതാണ് സെക്കൻഡ് ലുക്ക് പോസ്റ്റർ. അപ്പോ ഈ പോസ്റ്ററുകളിൽ നിന്ന് തന്നെ നമുക്ക് പടത്തെപ്പറ്റി ഒരു ഏകദേശ ധാരണ കിട്ടി കാണും. ഈ പോസ്റ്ററിലൂടെ അവർ നമ്മളെ ടീസറിലേക്ക് പ്രിപ്പയർ ആക്കുമായിരുന്നു. നിങ്ങൾ കാണാൻ പോകുന്നത് ഇതൊക്കെയാണെന്നുള്ള രീതിയിൽ. അങ്ങനെ കറുപ്പിന്റെ ടീസർ വന്നു. ഇനി ടീസറിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് പടത്തെപ്പറ്റി ആദ്യം മുതലേ ഒരു ധാരണ ഉണ്ടായിരുന്നു. അതെല്ലാം ആദ്യത്തെ അപ്ഡേറ്റിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോ ഞാൻ കാണാൻ പോകുന്നത് ഇങ്ങനൊരു സംഭവമാണെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പ് തെറ്റിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ടീസർ കൊള്ളാം എന്നൊരു രീതിയായിരുന്നു. ചെറിയ ചെറിയ കത്തികളൊക്കെ ഉണ്ടെങ്കിലും ഒരു ഓളത്തിന് ഇങ്ങനെ എൻജോയ് ചെയ്തിരുന്ന് കാണാം. അതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് സായി അഭ്യങ്കറിന്റെ മ്യൂസിക് ആണ്. ചെറുക്കന്റെ ആദ്യത്തെ പടമാണ്, എന്തായാലും ഇതിൽ കത്തിച്ചു വിട്ടിട്ടുണ്ട്. ഇനി വിഷ്വൽസിലേക്ക് വന്നാൽ മെർസലിന്റെ ഒക്കെ DOP ആണ് ഇതിലും ചെയ്തിരിക്കുന്നത്. അതിന്റെ ആ ഒരു ഇതിൽ കാണാനും ഉണ്ട്. സൂര്യയുടെ സ്വാഗ് മോറൊക്കെ ഒപ്പിയെടുക്കുന്ന ചില ഫ്രെയിംസ് ഷോട്ടും ഒക്കെ ടീസറിലുണ്ട്. ഫൈറ്റ് അൻപറിവ്. ഫൈറ്റിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ അല്ല. അൻപറിവിന്റെ ഫൈറ്റ് ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊരു പൊടിക്ക് എക്സാജറേറ്റഡ് ആയിട്ട് തോന്നി. ഇനി സൂര്യയിലേക്ക് വന്നാൽ പെർഫോമൻസിന്റെ കാര്യത്തിലും ലുക്കിന്റെ കാര്യത്തിലും അങ്ങേർക്ക് മാർക്ക് ഇടേണ്ട കാര്യമില്ല. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ടീസറിലൂടെ തന്നെ അവർ പടത്തിന്റെ പാതി കഥ റിവീൽ ചെയ്തെന്നാ തോന്നുന്നത്. ഒരു കോർട്ടും അമ്പലവും സൂര്യൻ കറുപ്പ് സമയം ബേസ് ചെയ്താണ് ഈ പടത്തിന്റെ കഥ. കൺസെപ്റ്റിൽ അത്രയ്ക്ക് അങ്ങോട്ട് പുതുമ വരാൻ വഴിയില്ല. പക്ഷെ ഒരു സൂര്യപടം എന്ന രീതിയിൽ ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഈ ടൈപ്പ് ഓഫ് ടിപ്പിക്കൽ മാസ് മസാല പടങ്ങളൊന്നും പുള്ളി അങ്ങനെ ചെയ്തിട്ടില്ല. സൂര്യപടങ്ങൾ എന്ന് വെച്ചാൽ തന്നെ പുള്ളി ഒരു വട്ടം ചെയ്ത് ചേർന്നതും ടിപ്പിക്കൽ ഫോർമുലയിൽ വരുന്ന പടങ്ങളൊന്നും പുള്ളി ചെയ്യത്തില്ല. അങ്ങനെ നോക്കുമ്പോൾ ഫാൻസിന് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ എന്തായാലും അണ്ണനെ തിരിച്ചു വരട്ടെ. ടീസർ നാളെ ഡീകോഡ് ചെയ്യാം.